നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? നിനക്ക് എന്താ പറ്റി? എന്താ എങ്ങനെയൊക്കെ പറയുന്നത്? എന്തേ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പാടില്ലേ? നിങ്ങളുടെ അനിയത്തിയോട് മിണ്ടാൻ പറ്റില്ല, അകത്ത് കയറി പോവാൻ പറഞ്ഞില്ലേ? മാലതി, നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതം നശിപ്പിച്ചു കളയരുത് മാലതി. ഞാൻ എന്ത് ചെയ്തുന്നാ ചേച്ചി? ഏട്ടന്റെ അനിയത്തി എന്തൊക്കെയാ പറഞ്ഞേ? നിങ്ങൾ എന്തുകൊണ്ടാ മിണ്ടാതിരുന്നേന്ന് ചോദിച്ചു. ഇതൊരു തെറ്റാണോ? ഇന്നൊരുപക്ഷേ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിൽ ബന്ധുക്കളുടെ ചില കുത്തുവാക്കുകൾ കാരണം നിങ്ങൾ ദുഃഖിക്കുകയായിരിക്കാം. ആരെന്തു പറഞ്ഞാലും എങ്ങനെ ഉത്തരം പറയണമെന്ന് എന്നെ പഠിപ്പിക്കണമേ എന്ന് നിങ്ങൾ കർത്താവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അതിനുള്ള ജ്ഞാനവും വിവേകവും നൽകും. പ്രിയപ്പെട്ട നല്ല വീട് പ്രേക്ഷകരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓരോ ദിവസവും കർത്താവ് പലതരത്തിലുള്ള ഉപദേശങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിച്ചു വരികയാണ്. ഇന്ന് നമ്മൾ ശണ്ഠ കൂടുന്നവൾ എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് കാണാൻ പോകുന്നത്. ഒരു കുടുംബത്തിൽ സ്ത്രീയുടെ പങ്ക് വളരെ പ്രധാനമാണ്. ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തെ നന്നായി പടുത്തുയർത്താനും കഴിയും, ആ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കാനും കഴിയും. ശണ്ഠ കൂടുന്നവളും മുൻകോപിയുമായ ഒരു സ്ത്രീ കുടുംബത്തിലുണ്ടെങ്കിൽ അത് ആ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരുടെ സമാധാനവും നശിപ്പിക്കും. ശണ്ഠ കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. നമ്മൾ ശണ്ഠ കൂടുന്നവരായിരിക്കാതെ വിശുദ്ധ വേദപുസ്തകത്തിന് കീഴടങ്ങി ശാന്ത സ്വഭാവമുള്ളവരായി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ കൂടെയും നമ്മുടെ കുടുംബത്തിന്റെ കൂടെയും എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. ചേച്ചി, ഇനിയും നിന്റെ ദേഷ്യം മാറിയില്ലേ? എന്റെ അനിയത്തെക്കുറിച്ച് നിനക്കറിയാലോ. ഇതെന്താ ആദ്യമായിട്ടാ? അവള് വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ പതിവല്ലേ? ഇത്തവണ ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നില്ലേ? സത്യമാ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വന്നു, എന്തൊക്കെ പറഞ്ഞു, പോവുകയും ചെയ്തു. ഇപ്പൊ നീ മുഖവും വീർപ്പിച്ചോണ്ടിരുന്ന എല്ലാം ശരിയാവൂ? പറയാനൊക്കെ എളുപ്പമാ, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. ആ വേദന എനിക്കറിയാം. വേദന എനിക്കുണ്ട്. ആ പിന്നെ, അവൾ എന്തൊക്കെയാ പറഞ്ഞ്? നിങ്ങൾ ഒരു വാക്കെങ്കിലും മിണ്ടിയോ? ഇല്ലല്ലോ. ഞാൻ അവളോട് പറഞ്ഞല്ലോ മാലതി. എപ്പ നിങ്ങൾ എന്ത് പറഞ്ഞു? അവസാനമല്ലേ സപ്പോർട്ടിന് വന്നേ? വന്നല്ലോ. വന്നിട്ട് എന്താ പ്രയോജനം? പറഞ്ഞതൊക്കെ പറഞ്ഞു തന്നെയല്ലേ? മാലതി, നീ എന്താ പറയുന്നത്? ഞാൻ സംസാരിച്ചാ തെറ്റ്, സംസാരിച്ചില്ലേലും തെറ്റ്. ശരിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? നിനക്ക് ഇത് എന്തു പറ്റി? എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? എന്തേ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പാടില്ലേ? നിങ്ങളുടെ അനിയത്തിയോട് മിണ്ടാൻ പറ്റില്ല, അകത്ത് കയറി പോവാൻ പറഞ്ഞില്ലേ? ഇപ്പോഴും ഞാൻ ഒന്നും മിണ്ടാൻ പാടില്ലേ? വേതാളം പിന്നെയും മുരിങ്ങ മരത്തിൽ കയറുക. ആ അങ്ങനെ പറ. നിങ്ങളുടെ കണ്ണിന് ഞാൻ പിശാചായിരിക്കും. മാലതി, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? ദേഷ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ തല്ലും, അത്രയല്ലേ ഉള്ളൂ. വാക്കുകൾ കൊണ്ട് കൊല്ലുന്നതിനേക്കാളും ഇത് എത്രയോ ഭേദോ. നിന്നോട് സംസാരിക്കാൻ വന്ന് എന്നെ വേണം പറയാൻ.
സോറി ഏട്ടാ, ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ. ഭക്ഷണം കഴിക്കാൻ വാ. ഞാൻ സോറി പറഞ്ഞില്ലേ, ഇനിയെങ്കിലും കഴിക്കാൻ വാ. അല്ല, മനസ്സിലാവാഞ്ഞിട്ട്. നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അപ്പം മോഹം വീർപ്പിക്കും. നിന്റെ താളത്തിനൊത്ത് ഞാൻ തുള്ളണമെന്നാ? സോറി ഏട്ടാ, നിങ്ങളുടെ അനിയത്തി പറഞ്ഞൊക്കെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാ ദേഷ്യം തോന്നിയത്. നിന്നെപ്പോലെ എനിക്ക് മാറാൻ കഴിയില്ല. നിനക്ക് ദേഷ്യം വരുമ്പോ എനിക്കും ദേഷ്യം വരണം. നീ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിടണം. എന്താ ഏട്ടാ ഇത്? നീ ഇനി ഒന്നും പറയണ്ട. ഏട്ടാ, എന്താടാ മുഖമൊക്കെ ഒരു മാതിരി? രാത്രി ഉറങ്ങിയില്ലേ നീ? അതേടാ, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതെന്താടാ, രാത്രി നിനക്ക് വേറെന്താ പണി? ഓഫീസിലെ ഫയൽസിലൊക്കെ ഒപ്പിടാനുണ്ടായിരുന്നു, ആകെ ലേറ്റായി. ആ എന്താ പറഞ്ഞ? ഇവന്റെ ഒരു കാര്യം, എനിക്ക് വല്ല ജോലിയുണ്ടോ? തൊട്ടടുത്ത വീട്ടിലെ കെട്ടിയവനും കെട്ടിയോളും വഴക്ക്. വീടിനകത്ത് വെച്ച് വഴക്കുണ്ടാക്കിയവര് ഇപ്പൊ തെരുവിലിറങ്ങിയ വഴക്കുണ്ടാക്കുന്നു. എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഞാൻ ചുമ്മാ കാശും കണ്ടോടുന്നു, അങ്ങനെ ഉറക്കവും പോയി. കാഴ്ച കാണുന്നതിന് പകരമേ അവരെ രണ്ടുപേരും സമാധാനപ്പെടുത്തായിരുന്നില്ലേ? ഞാനും അങ്ങനെയൊക്കെ തന്നെയാ വിചാരിച്ചേ. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ ചേച്ചി കയറി ചെന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുവാണെങ്കിൽ പിന്നെ എന്തിനാണ് അവര് കല്യാണം കഴിക്കുന്നത്? അത് ശരിയാ, എനിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഓരോ വീട്ടിലും നടക്കുന്നതൊക്കെ കാണുമ്പോ ജീവിതത്തിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാ ഭേദം. ശരി, നീ ആ ചായ കുടിക്ക്, തണുത്തുകൊണ്ട. നിന്റെ കൂടെയൊക്കെ മനുഷ്യൻ ജീവിക്കോടി. എന്തു പറ്റി രഞ്ജിത്ത്? രഞ്ജിത്ത്, മാലതി, എന്താ ഉണ്ടായേ? രഞ്ജിത്ത് എന്താ ദേഷ്യപ്പെട്ട് പുറത്തു പോകുന്നേ? എന്താന്ന് പറയും മാലതി. മാലതി, നന്നായി പോകുന്ന നിന്റെ ജീവിതം നശിപ്പിച്ചു കളയരുത് മാലതി. ഞാൻ എന്ത് ചെയ്തുന്നാ ചേച്ചി? ഏട്ടന്റെ അനിയത്തി എന്തൊക്കെയാ പറഞ്ഞേ? നിങ്ങൾ എന്തുകൊണ്ടാ മിണ്ടാതിരുന്നേന്ന് ചോദിച്ചു. ഇതൊരു തെറ്റാണോ? എന്നിട്ട് ഞാൻ ഏട്ടന്റെ അടുത്ത് പോയി സോറി പറഞ്ഞതല്ലേ ചേച്ചി. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് അറിയാവുന്നതല്ലേ മാലതി, ബൈബിൾ പറയുന്നുണ്ട്, ശണ്ഠ കൂടുന്നവരുടെ കൂടെ പാർക്കുന്നതിനേക്കാൾ നല്ലത് മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നതാണെന്ന്. നീ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന നിന്റെ വീടും അതുപോലെ ആവുക തന്നെ ചെയ്യും. ചേച്ചി, തെറ്റ് എന്റെ ഭാഗത്ത് മാത്രമല്ലല്ലോ. ആയിരിക്കാം മാലതി, നിന്റെ പേരിൽ മാത്രമല്ല തെറ്റ്, സത്യമായിരിക്കാം. പക്ഷേ നിന്റെ പേരിൽ തെറ്റില്ലാതില്ലല്ലോ. രഞ്ജിത്തിന്റെ പെങ്ങൾ പറഞ്ഞതിന് തീർച്ചയായും രഞ്ജിത്തിന്റെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാനന്ന് കണ്ടതല്ലേ അവളെ രഞ്ജിത്ത് അടക്കി നിർത്തിയത്. ചേച്ചി ഉള്ളത് കൊണ്ട് അടക്കി നിർത്തിയത്. ഇങ്ങനെ എല്ലാത്തിനും ഉടൻ തന്നെ ന്യായം പറയുന്നില്ലേ? ഇതാണ് തെറ്റുമാലതി. ഇത് തന്നെയാണ് ഇപ്പൊ നിന്റെ പ്രശ്നം. മാലതി, കർത്താവിന്റെ മക്കൾ ശണ്ഠ കൂടുന്നവരായി ഇരിക്കരുതെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. നീ നിന്റെ ഭർത്താവിനോട് എന്തു പറയുകയാണെങ്കിലും ക്ഷമയോടെ സംസാരിച്ചു നോക്ക്. നിന്റെ സംസാരത്തിൽ ക്ഷമയും സ്നേഹവും കരുണയും ഉണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നവര് പോലും ശാന്തരാകും മാലതി. വെറുതെ തർക്കുത്തരം പറയരുത്, എല്ലാ കാര്യത്തിനും ശണ്ഠ കൂടരുത്, ദേഷ്യപ്പെടരുത്. ഇതൊന്നും പാടില്ല മാലതി. ഇതൊക്കെ പിശാചിന്റെ സ്വഭാവമാ. നീ ദൈവത്തിന്റെ സ്വഭാവമല്ലേ വെളിപ്പെടുത്തേണ്ടത്? ചേച്ചി, ചേച്ചി എന്നോട് മാത്രമേ പറയുന്നുള്ളൂ. ഏട്ടനോടും കൂടി ഒന്ന് പറ. തീർച്ചയായും മാലതി, ഞാൻ രഞ്ജിത്തിനോട് സംസാരിക്കാം. നിന്നോടും കൂടി സംസാരിക്കണ്ടേ? ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം നീ പ്രാർത്ഥിച്ചിരുന്നോ? ബൈബിൾ വായിച്ചോ?
അതാണ് കാരണം. ഇതുപോലുള്ള സമയത്താണ് കർത്താവിന് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത്. മാലതി, നീ പ്രാർത്ഥനയും ബൈബിൾ വായനയും ഉപേക്ഷിച്ചതുകൊണ്ട് നിന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകാൻ തുടങ്ങി. സ്നേഹവും സഹിഷ്ണുതയും ഒട്ടും ഇല്ലാതായി. ആദ്യം ഇതൊന്ന് ശരിയാക്കിയെടുക്ക്. ഞാൻ രഞ്ജിത്തിനോട് സംസാരിക്കാം. പ്രിയമുള്ളവരെ, ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നോ? ഇപ്പോൾ കർത്താവിന്റെ വചനങ്ങൾ പങ്കുവെച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവസന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിന് സ്തോത്രം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിൽ ജ്യോതി ചേച്ചി എന്ന നാടകം നിങ്ങൾ കണ്ടു. കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് പ്രിയപ്പെട്ട ആ സഹോദരിയുടെ മനസ്സിനെ അത് ബാധിച്ചതിനാൽ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വാഗ്വാദങ്ങളും വഴക്കുകളും ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അയൽപക്കത്തുണ്ടായിരുന്നവരെല്ലാം ഈ കുടുംബത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഒരു ചുറ്റുപാട്. ഇന്നൊരുപക്ഷേ അങ്ങനത്തെ ഒരവസ്ഥയിൽ ബന്ധുക്കൾ പറഞ്ഞ ഒരു വാക്ക് കാരണം ദുഃഖത്തോടെ മനോവേദനയോടെ എന്നെ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ എന്നോർത്തുകൊണ്ട് അവരപ്പോൾ പറഞ്ഞ ആ കുത്തുവാക്കുകൾ മറക്കാനാവാതെ മനസ്സ് വിഷമിക്കുകയായിരിക്കാം, ദുഃഖമുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷേ അവരോട് നമ്മൾ എങ്ങനെയെങ്കിലും ചോദിക്കണം, അവരങ്ങനെ സംസാരിച്ചത് തെറ്റല്ലേ, അവരോട് എങ്ങനെയെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ കുടുംബനാഥനോടെങ്കിലും ഭർത്താവിനോടെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കാം. അങ്ങനെ ഒരു ചുറ്റുപാടിലുമായിരിക്കാം നിങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മനുഷ്യരല്ലേ? ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്ര എന്ന വചനം പോലെ ചിലരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. അത് നമുക്ക് സഹിക്കാനേ പറ്റില്ല. ചിലപ്പോഴൊക്കെ അവർ പറഞ്ഞ ആ കുത്തുവാക്കുകൾ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ സ്വയം ദേഷ്യപ്പെടുന്ന ഒരു ചുറ്റുപാടുണ്ടാകുന്നു. അത് കാരണം വാഗ്വാദങ്ങളും വഴക്കുകളും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു കാര്യം, വേദപുസ്തകത്തിൽ തീത്തോസ് 3-ാം അധ്യായം 9-ാമത്തെ വചനം പറയുന്നു, മൗഢ്യ തർക്കവും വംശാവലികളും കലഹവും നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. കർത്താവിന്റെ വചനം മനോഹരമായി പറയുന്നു. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ കർത്താവിന് മുൻപാകെ കാത്തിരുന്ന് കർത്താവിന്റെ ഉപദേശം ആരാഞ്ഞ്, കർത്താവെ, ഈ ചുറ്റുപാടിൽ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, ഈ കാര്യത്തിൽ കർത്താവെ എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. കർത്താവിന്റെ വചനം പറയുന്നു ഗലാത്യർ 5-ാം അധ്യായത്തിൽ, നിങ്ങളത് വായിച്ചു നോക്കുക. 20ഉം 21ഉം വചനങ്ങൾ പറയുന്നു, ജഡത്തിന്റെ പ്രവൃത്തികൾ, ക്രോധം, ശാഠ്യം, ഭിന്നത, അസൂയ എല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. അതേ വചനം തുടർന്ന് വായിച്ചു നോക്കിയാൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവിന്റെ മക്കളായ നമ്മൾ കർത്താവിന്റെ വചനം പോലെ ജഡീക പ്രവൃത്തികൾക്ക് ഇടം കൊടുക്കാതെ ആത്മാവിന്റെ ഫലം നിറയ്ക്കപ്പെടുന്നതിനായി നമ്മെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ ലോകത്ത് ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ എല്ലായിടത്തും, എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും. അതുകൊണ്ട് ഈ പരിപാടി കാണുന്ന പ്രിയപ്പെട്ട സഹോദരി, കർത്താവെ, എനിക്ക് ദീർഘക്ഷമ നൽകണേ, ശാന്ത സ്വഭാവം നൽകണേ, ആരെന്തു പറഞ്ഞാലും എങ്ങനെ സംസാരിക്കണം എന്നെ പഠിപ്പിക്കണേ. ആ ജ്ഞാനം എനിക്ക് വേണം, ആ വിവേകം എനിക്ക് വേണം. അങ്ങനെ നിങ്ങൾ കർത്താവിന് മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ജ്ഞാനവും വിവേകവും തീർച്ചയായും നൽകും. അതുപോലെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും, 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിൽ ഒരു സംഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ 2 സ്ത്രീകൾ ശലോമോൻ രാജാവിന്റെ അടുക്കൽ ചെല്ലുന്നു. അതിലൊരു സഹോദരി പറയുന്നു, എനിക്കൊരു ആൺകുഞ്ഞുണ്ട്, എന്റെ കൂടെയുള്ള ഈ സഹോദരിക്കും ആൺകുഞ്ഞുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്, ആ വീട്ടിലേക്ക് വേറെ ആരും വന്നിട്ടില്ല. എന്നാൽ രാത്രിയിൽ ആ സഹോദരി കിടക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ മേലെങ്ങനെയോ തട്ടിയതുകൊണ്ട് കുഞ്ഞ് മരിച്ചുപോയി. എന്റെ കുഞ്ഞിനെ, ജീവിച്ചിരിക്കുന്ന എന്റെ കുഞ്ഞിനെ അവരുടെ അടുക്കൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അവരുടെ മരിച്ചുപോയ കുഞ്ഞിനെ എന്റെ അടുക്കൽ കൊണ്ടുവന്ന് കിടത്തി. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ആ മരിച്ചുപോയ കുഞ്ഞ് എന്റെ കുഞ്ഞല്ല. അതിനെ കണ്ടാൽ എനിക്കറിയാം. ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ കണ്ട ഉടനെ അതാണ് എന്റെ കുഞ്ഞ് എന്ന് ശലോമോൻ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ മറ്റേ സഹോദരി പറഞ്ഞു, അല്ല, ജീവിച്ചിരിക്കുന്ന ഈ കുഞ്ഞ് എന്റെ കുഞ്ഞ് തന്നെയാണ്.
ഈ സഹോദരി പറയുന്നു, അല്ല, ജീവിച്ചിരിക്കുന്നത് എന്റെ കുഞ്ഞാണ് എന്ന്. രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമായി. ഇതിനെക്കുറിച്ച് മനോഹരമായി എഴുതിയിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന കുഞ്ഞ് എന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് രണ്ട് സഹോദരിമാരും കൂടി വാക്കുതർക്കത്തിലാകുന്നു, വഴക്കുണ്ടാകുന്നു. അതായത് ശലോമോൻ രാജാവിന്റെ മുന്നിൽ വെച്ച്. അപ്പോൾ ആ ശലോമോൻ രാജാവ് കർത്താവിനോട് ചോദിച്ചത്, കർത്താവേ, ഈ രാജ്യത്ത് കഴിയുന്ന ജനങ്ങളെ വിചാരണ ചെയ്യാനുള്ള ജ്ഞാനം എനിക്ക് നൽകണേ കർത്താവേ. അതാണ് കർത്താവിനോട് ചോദിച്ചത്. കർത്താവ് എന്തു ചെയ്തെന്നോ, രാജ്യത്തെ പ്രജകളെ ജ്ഞാനത്തോടെ വിചാരണ ചെയ്യാനുള്ള, അതായത് ജ്ഞാനം വേണമെന്ന് ചോദിച്ചതുകൊണ്ട് ആ ഒരു ജ്ഞാനം കൊടുക്കുന്നു. എങ്ങനെയാണോ രാജ്യത്തെ ഭരിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു സവിശേഷമായ ഒരു വിവേകവും ജ്ഞാനവും കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അങ്ങനെ കർത്താവിൽ നിന്നും ശലോമോൻ രാജാവ് ജ്ഞാനം സ്വീകരിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് ആ രണ്ട് സഹോദരിമാരും കൂടി വാക്കുതർക്കത്തിലാണ്, വഴക്കുണ്ടാക്കുകയാണ്. അത് കണ്ട ഉടനെ ശലോമോൻ രാജാവ് എന്ത് ചെയ്തെന്നോ, വാള് കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ വാള് കൊണ്ടുവന്ന ഉടനെ ആ കുഞ്ഞിനെ വെട്ടി 2 തുണ്ടമാക്കാൻ പറയുന്നു. ഉടനെ എന്തായെന്നോ, ആ വാള് കൊണ്ട് കുഞ്ഞിനെ വെട്ടി 2 ആക്കാൻ പറഞ്ഞ ഉടനെ ഒരു സഹോദരി പറഞ്ഞു, വേണ്ട വേണ്ട, അരുത്, ആ കുഞ്ഞിനെ കൊല്ലരുത്, സാരമില്ല, അതിനെ ജീവനോടെ അവൾ വളർത്തിക്കോട്ടെ. പക്ഷേ മറ്റേ സഹോദരി പറഞ്ഞു, വേണ്ട, ആ കുഞ്ഞിനെ 2ആയി കൊന്നേക്കാമെന്ന്. അപ്പോൾ രാജാവിന് മനസ്സിലായി, പ്രസവിച്ച ആ പെറ്റമ്മയുടെ മനസ്സ് സ്വന്തം കുഞ്ഞിനെ തന്റെ കൺമുന്നിൽ വെച്ച് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നത് കാണാൻ ഒരു പെറ്റമ്മയ്ക്കും സഹിക്കില്ല, അല്ലേ? അവർക്ക് എന്തുമാത്രം വ്യസനമായിരിക്കും ആ ഒരു ദുഃഖം. സ്വന്തം കുഞ്ഞിനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ആ പെറ്റമ്മയുടെ മനസ്സനുഭവിച്ച വേദന. രാജാവ് ജീവിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ ആ പെറ്റമ്മയെ ഏൽപ്പിച്ചു. ആ കാര്യത്തിൽ അദ്ദേഹം ജ്ഞാനത്തോടെ പ്രവർത്തിച്ചു. തർക്കമുണ്ടായി, വഴക്കുണ്ടാക്കി. ആ ചുറ്റുപാടിലും സമാധാനത്തോടുകൂടി ആ കാര്യം നടക്കുന്നതിനായി ശലോമോൻ രാജാവ് ജ്ഞാനത്തോടെ പ്രവർത്തിച്ചു. എന്റെ പ്രിയമുള്ളവരെ, സത്യം പറയുകയാണ്, കുടുംബത്തിലൊരു സമാധാനം, കുടുംബത്തിന്റെ ചുറ്റുപാടിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കണമെങ്കിൽ നമ്മെക്കൊണ്ട് കഴിയില്ല. നമുക്കതിനുള്ള ജ്ഞാനവും വിവേകവും കുറവാണ്. പക്ഷെ ഓരോ ദിവസവും കർത്താവിന് മുൻപാകെ, കർത്താവെ, എന്റെ കുടുംബത്തെ നടത്തിക്കൊണ്ടുപോകാനുള്ള ജ്ഞാനം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുക. ബുദ്ധിയുള്ള സ്ത്രീ തന്റെ വീട് പണിയുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമ്മൾ ശണ്ഠ കൂടുന്ന സഹോദരിയായിരിക്കാതെ, വാഗ്വാദം നടത്തുന്ന സഹോദരിയായിരിക്കാതെ, ഈ കാര്യത്തിൽ കർത്താവെ, എന്റെ ചുറ്റുപാടിതാണ്, എനിക്ക് അങ്ങയെ വിട്ടാൽ വേറെ ഒരു വഴിയുമില്ല, ഇതിലെനിക്ക് ജ്ഞാനം വേണം, ഇതിൽ ഞാൻ പരിഭ്രമിക്കരുത്, കോപമുണ്ടാവരുത്. അതുകൊണ്ട് ജഡീകമായ പ്രവൃത്തികൾക്ക് ദയവ് ചെയ്ത് ഇടം കൊടുക്കാതെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി കർത്താവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിനായുള്ള ഒരു സാക്ഷ്യം ഞാനിപ്പോൾ പങ്കുവയ്ക്കാം. തിരുനെൽവേലി ടൗണിൽ ഒരു വലിയ ഡോക്ടറുണ്ട്. അവരുടെ വീട്ടിൽ അവരും ഭർത്താവും മക്കളും എല്ലാവരും ഡോക്ടേഴ്സാണ്, വളരെ പ്രശസ്തരായ ഡോക്ടേഴ്സ്. വലിയൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. പക്ഷേ കർത്താവിനെ കുറിച്ച് അറിയാത്ത കുടുംബമാണത്. ആ ലേഡി ഡോക്ടർ ഒരു ദിവസം എന്നെ കണ്ട് സംസാരിച്ച് പ്രാർത്ഥിക്കാനായി വന്നിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും തന്നെ കർത്താവിനെ കുറിച്ച് അറിയില്ല. അവരെ കണ്ട ഉടനെ ഇവർ ഡോക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അന്ന് എനിക്ക് അവരെ കണ്ടപ്പോൾ തന്നെ അതിശയം തോന്നി, ഇവരെങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നു എന്ന്. അപ്പോൾ അവര് പറഞ്ഞത്, എങ്കിലും ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, ഇപ്പോൾ ഞാൻ യേശുവിന്റെ മകളാണ്. പക്ഷേ എന്റെ കുടുംബത്തിൽ ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ എന്റെ കുടുംബം യേശുവിനെ സ്വീകരിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇളയ മകളുടെ വിവാഹകാര്യത്തിനായി പ്രാർത്ഥിക്കണം, അതിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ ഒന്നാമതായി ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചത്? അവരെന്താണ് പറഞ്ഞതെന്നോ അത് കേട്ട ഉടനെ വളരെ സന്തോഷം തോന്നി, അതിശയവും തോന്നി. അവരെന്നോട് പറഞ്ഞത്, പൂർവികമായിട്ട് എത്രയോ തലമുറകളായിട്ട് ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങളുടെ അയൽപക്കത്ത് മറ്റൊരു കുടുംബമുണ്ട്. അവർ രണ്ടുപേരും അധ്യാപകരാണ്. അവരുടെ വീട്ടിലും 3 മക്കളുണ്ട്. അവരുടെ അമ്മായിയമ്മയും അമ്മായിയപ്പനും എല്ലാവരും ഒന്നിച്ചാണ് താമസം. അവരുടെ വീട്ടിലാണെങ്കിൽ എപ്പോ നോക്കിയാലും പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കാം. അതുപോലെ സന്തോഷവും ചിരിയും കളിയുമായിരിക്കും. അവിടെയുള്ള ആ സഹോദരനും സഹോദരിയും സന്തോഷത്തോടെ ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പോകാറുള്ളത്. തിരിച്ചു വരുന്നത് സന്തോഷത്തോടെയാണ്. അവരുടെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടക്കുന്നതോ ശണ്ഠ കൂടുന്നതോ ദേഷ്യപ്പെടുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടേയില്ല. അവരൊരിക്കൽ എന്റെ അടുത്ത് കൺസൾട്ടേഷനായി വന്നിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ എപ്പോഴും ചിരിക്കുന്ന ശബ്ദമാണ്, സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ശബ്ദം ഞങ്ങളുടെ വീട്ടിൽ നന്നായിട്ട് കേൾക്കും. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോ എനിക്ക് തന്നെ വളരെ അതിശയം തോന്നും. എങ്ങനെയാണ് എന്ന് ഞാൻ അവരോട് ചോദിച്ചു എന്ന് ആ ഡോക്ടർ പറഞ്ഞു. എന്റെ അടുത്ത് കൺസൾട്ടേഷന് വന്നപ്പോൾ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചതാണ്. അപ്പോൾ അവര് പറഞ്ഞെന്ന്, വേറൊന്നുമല്ല, ഒരു കുടുംബമായാൽ വഴക്കും വക്കാണവും ഒക്കെ ഉണ്ടാവും.
തർക്കം വരും. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ബൈബിൾ പറയുന്നതനുസരിച്ച് അതൊന്നും തന്നെ കാര്യമാക്കാറില്ല. ദേഷ്യപ്പെടുന്ന ചുറ്റുപാടുണ്ടായാൽ പോലും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ആ ദേഷ്യമുണ്ടാക്കുന്ന വാക്കുകൾ ഞങ്ങളുടെ മനസ്സിനെ ബാധിക്കാതെ അത് മറക്കുന്നതിനായി കർത്താവിന് മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നിസ്സാരമാണ് എന്ന് പറഞ്ഞ് കർത്താവിലെല്ലാം ഭരമേൽപ്പിച്ച് ഞങ്ങൾ ജീവിക്കുന്നു. കർത്താവിന്റെ വചനമനുസരിച്ച് ബൈബിൾ പറയുന്നത് പോലെ ദീർഘക്ഷമയോടെ ഇരിക്കണം, ദൈവസ്നേഹത്തോടെ ഇരിക്കണം, കുടുംബത്തിൽ സമാധാനം വേണം, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന അനുഭവം വേണം, താഴ്മയോടെ പെരുമാറണം എന്നൊക്കെ ഈ സഹോദരി എല്ലാ കാര്യങ്ങളും പറഞ്ഞുവെന്ന്. ഇതൊക്കെ കേട്ട ഉടനെ ഈ സഹോദരിക്ക് ലേഡി ഡോക്ടറിന് ഭയങ്കര അതിശയം. അപ്പോൾ അവരോട് പറഞ്ഞുവെന്ന്, ആ ദൈവത്തെ എനിക്കും വേണം. ഞങ്ങൾ എത്രയോ സമ്പാദിക്കുന്നു, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഡോക്ടേഴ്സാണ്, എത്രയോ ലക്ഷക്കണക്കിന് ഓരോ ദിവസവും സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ കുടുംബത്തിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വരെ ഞാൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണും. ആരെങ്കിലും കൈകാര്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. ജോലി കഴിഞ്ഞ് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുടുംബത്തോടെ സന്തോഷമായി ഇരിക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് കേട്ട ഉടനെ എനിക്കും ആ വചനം പോലെ ഞാനും എന്റെ കുടുംബത്തെ നടത്തണം എന്നൊരു ആഗ്രഹം തോന്നുന്നു. ആ സഹോദരിയോട് പറഞ്ഞെന്ന് എനിക്ക് ആ ദൈവത്തെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരി കർത്താവിനെ കുറിച്ച് പറഞ്ഞു എന്ന് ഉടനെ തന്നെ ആ ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോയി ഒരു വേദപുസ്തകം കൊണ്ടുപോയി കൊടുത്തു എന്ന്. അങ്ങനെ ആ വേദപുസ്തകം അവർ വായിക്കാൻ തുടങ്ങിയെന്ന് ആ അയൽപക്കത്തുള്ള സഹോദരി പറഞ്ഞു എന്ന്. സങ്കീർത്തനങ്ങൾ വായിക്കുക, സദൃശവാക്യങ്ങൾ വായിക്കുക എന്നൊക്കെ അവർ പറഞ്ഞ ഉടനെ ആ ഡോക്ടർ അത് വായിക്കും തോറും കർത്താവിന്റെ വാക്കുകൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്കിപ്പോൾ ശരിക്കും ദീർഘക്ഷമയാണ്. ആരെന്തു പറഞ്ഞാലും ഞാൻ ഒരിക്കലും ആർക്കും സപ്പോർട്ട് ചെയ്യാറില്ല. യേശുവേ, എന്റെ കുടുംബം അങ്ങയുടെ കുടുംബമായി തീരണം. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാനും അറിയില്ല. ഒരു വാക്ക് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ വളരെ ശാന്തതയോടുകൂടി ദീർഘക്ഷമയോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ ഭർത്താവ്, എങ്ങനെയാണ് നിനക്ക് ഈ ശാന്ത സ്വഭാവം കിട്ടിയത് എന്ന് ചോദിച്ചു. ഈ രഹസ്യം ഞാൻ പറഞ്ഞു. വേദവചനം ഞാൻ വായിക്കാൻ തുടങ്ങി, ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്റെ കുടുംബത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ സമാധാനം, ഒരു സന്തോഷം, വാക്ക് തർക്കങ്ങൾക്കൊന്നും സ്ഥാനമില്ല. കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ യേശുവിനെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയാമോ? അയൽ വീട്ടിലുള്ള ക്രിസ്ത്യൻ കുടുംബത്തിൽ ദിവസേന നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട്, അവരുടെ സാക്ഷിയുള്ള ജീവിതം കണ്ട് ഞാനും യേശുവിനെ സ്വീകരിച്ചു. ഈ വേദപുസ്തകം മുടങ്ങാതെ വായിക്കാൻ തുടങ്ങി എന്നവര് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മുടെ കുടുംബം സാക്ഷിയുള്ള കുടുംബമായിരിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവസമാധാനവും സന്തോഷവും കാണപ്പെടണമെങ്കിൽ, നമ്മെ കണ്ട് മറ്റുള്ളവർ യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ വെറുതെയുള്ള വാക്ക് തർക്കങ്ങൾക്കോ ക്രോധത്തിനോ നീരസത്തിനോ വഴക്കിനോ ഒന്നും ഇടം കൊടുക്കാതെ കർത്താവിന്റെ പ്രതിരൂപം നമ്മിലൂടെ വെളിപ്പെടട്ടെ. കർത്താവിന്റെ സാക്ഷികളായി നമുക്ക് നിൽക്കാം. ഒരു ബുദ്ധിയുള്ള സ്ത്രീയായി, കുടുംബത്തെ പടുത്തുയർത്തുന്ന ഒരു സ്ത്രീയായി കാണപ്പെടണം. അങ്ങനെയുള്ളപ്പോൾ കർത്താവ് ഈ പരിപാടി കാണുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അവൻ അനുഗ്രഹിക്കും. സാക്ഷിയായ കുടുംബമായി കർത്താവ് സംരക്ഷിക്കും. അങ്ങനെയുള്ള ഒരു അനുഗ്രഹത്തിനായി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവേ, ഇവരോട് അങ്ങ് സംസാരിച്ച വാക്കുകൾക്കായി അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. അങ്ങയുടെ വാക്കുകൾ കേട്ട് ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് എനിക്ക് ദീർഘക്ഷമ വേണം, സ്നേഹം വേണം. അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ കർത്താവേ എന്നാരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരെ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ കർത്താവേ. ഇനി ഏതൊരു ചുറ്റുപാടിലും ജഡീകമായ പ്രവൃത്തികൾ അവരെ ഭരിക്കാതെ, ക്രോധമോ നീരസമോ അസൂയയോ അതുപോലെ വാഗ്വാദങ്ങൾക്ക് ഇടം കൊടുക്കാതെ, യാതൊരു വഴക്കുമുണ്ടാകാതെ, പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഈ വാക്കുകൾ കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവെ അങ്ങ് ചുമതല ഏറ്റെടുക്കാനായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, കുടുംബത്തെ എങ്ങനെ വഴി നയിക്കണമെന്ന് അങ്ങ് പഠിപ്പിക്കണമേ കർത്താവേ. ആരെന്തു പറഞ്ഞാലും ആ സമയത്ത് ആ വാക്കുകൾ കേട്ട് പരിഭ്രമിക്കാതെ കർത്താവെ, അങ്ങയുടെ പാദങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപ നൽകണമേ കർത്താവെ. സ്നേഹവും ജ്ഞാനവും ബുദ്ധിയും വിവേകവും നൽകി പരിശുദ്ധാത്മാവെ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ഓരോരുത്തരെയും അഭിഷേകിക്കണേ കർത്താവെ, അങ്ങ് വഴി നയിക്കണേ കർത്താവെ. കർത്താവെ, ഇന്ന് ഇപ്പോൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലൂടെയും
അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവെ, ഓരോ കുടുംബത്തെയും സാക്ഷിയുള്ള കുടുംബമായി നിർത്തണമേ. അങ്ങയുടെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവേ. ഇപ്പോൾ കർത്താവെ, ആരുടെയൊക്കെ മനസ്സാണോ ബന്ധുക്കൾ മൂലമോ മറ്റുള്ളവർ മൂലമോ ബാധിക്കപ്പെട്ടിരിക്കുന്നത്, ആ മനസ്സുകളെ എല്ലാം കർത്താവ് ആശ്വസിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഇവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആശ്വസിപ്പിക്കുന്ന കരങ്ങൾ ഇവരുടെ മനോദുഃഖങ്ങളെ എല്ലാം അകറ്റി ആശ്വസിപ്പിക്കുമാറാകണമേ. ഓരോരുത്തരെയും കർത്താവായ അങ്ങ് ബലപ്പെടുത്തേണമേ. അങ്ങ് ധൈര്യം നൽകണമേ. അങ്ങ് ആശ്വസിപ്പിക്കണമേ. അതിനായി കർത്താവ് ചുമതല ഏറ്റെടുത്തതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. സ്തോത്രം പറയുന്നു യേശുവേ. ഈ നിമിഷം മുതൽ ദൈവസമാധാനവും കർത്താവിന്റെ സന്തോഷവും കർത്താവെ ഓരോ കുടുംബത്തിലും നിലനിൽക്കുന്നതിനായി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അങ്ങയുടെ നാമം എന്നും മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവറുകളും മറ്റു ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. നാളെ ശനിയാഴ്ചയും അതുപോലെ ഞായറാഴ്ചയും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി കുടുംബത്തോടെ മറക്കാതെ കാണുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.